മല്ലു KBFCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവ് എനർജി നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ നിക്കോളാസ് ലോഡേറോ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന രീതിയിൽ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ മുതൽ ഉറുഗ്വൻ മാധ്യമങ്ങളൊക്കെ ഇത്തരത്തിൽ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് രംഗത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടുകൾ പങ്കുവച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇദ്ദേഹത്തിനായി ബ്ലാസ്റ്റേഴ്സിൽ നിന്നും അതുപോലെ തന്നെ മറ്റൊരു ഉറുഗ്വൻ ക്ലബ്ബിൽ നിന്നും ഓഫറുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായിക്കൊണ്ട് ഉറുഗ്വൻ ക്ലബ്ബാണ് താരത്തെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു ഉറുഗ്വൻ ക്ലബ്ബിനോട് താരം സമയം ആവശ്യപ്പെട്ടിരിക്കുകയാണെന്നും ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഇദ്ദേഹം ഉറുഗ്വൻ ക്ലബ്ബിനോട് സമയം ആവശ്യപ്പെട്ടിട്ടുള്ളതെന്ന് വരെ ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ ഈ ഒരു സൂപ്പർ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള പോസിബിലിറ്റീസ് ഇതിലൂടെ വർദ്ധിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ആദ്യം ഉറുഗ്വൻ ക്ലബ്ബ് സമീപിച്ചപ്പോൾ പിന്നീട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ വരുമ്പോഴാണ് ഉറുഗ്വൻ ക്ലബ്ബിനോട് അദ്ദേഹം സമയം ആവശ്യപ്പെടുന്നത്. ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫറിൽ താരം തൃപ്തനാണെങ്കിൽ തീർച്ചയായിട്ടും ലൂണിയുടെ പകരക്കാരനായിക്കൊണ്ട് മറ്റൊരു ഉറുഗ്വൻ താരമായ നിക്കോളാസ് ലോഡേറോ ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞക്കുപ്പായത്തിലേക്ക് എത്തുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. നിലവിൽ 12 കോടിയാണ് താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത്. ലൂണിയേക്കാൾ മികച്ചൊരു താരം തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാറ്റുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. ഏതായാലും 34 വയസ്സുണ്ട്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.